കശുവണ്ടി ഇറക്കുമതി കള്ളപ്പണ കേസിൽ പ്രതി അനീഷ് ബാബു ഒളിവിൽ താമസിച്ചത് ലഹരി കേസ് പ്രതിയുടെ വീട്ടിൽ. ലഹരി ഇടപാടുകാരുമായുള്ള അനീഷ് ബാബുവിന്റെ ബന്ധവും പരിശോധിക്കുകയാണ്. അനീഷ് ബാബുവിനെ ഇ.ഡി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയായിരുന്നു അനീഷ് ബാബു ഒളിവിൽ പോയത്. 1.5 മാസത്തോളം അനീഷ് ബാബു ഒളിവിൽ കഴിഞ്ഞത് തുറവൂർ പൂച്ചാക്കലിലുള്ള ലഹരി കേസുകളിൽ പ്രതിയായ ആളുടെ വീട്ടിലായിരുന്നു. ജയിലിൽ വെച്ചായിരുന്നു ലഹരി കേസ് പ്രതിയെ പരിചയപ്പെട്ടത്. മൊബൈൽ ലൊക്കേഷനുകൾ പരിശോധിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥർ പൂച്ചാക്കലുള്ള വീട്ടിലെത്തുമ്പോഴേക്ക് അനീഷ് ബാബു ഇവിടെ നിന്നും മാറിയിരുന്നു. പിന്നീട് എറണാകുളം പച്ചാളത്തുള്ള വീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പിടിയിലായത്. അനീഷ് ബാബുവിന് ലഹരി സംഘങ്ങളുമായുള്ള ബന്ധവും ഇ.ഡി. അന്വേഷിക്കുന്നുണ്ട്. ജയിലിൽ വെച്ചുള്ള സൗഹൃദം മാത്രമാണെന്നാണ് അനീഷ് ബാബു നൽകിയ മൊഴി. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ കൊച്ചി ഇ.ഡി. ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തോട്ടണ്ടി ഇടപാടിലൂടെ 25 കോടിയോളം രൂപ തട്ടിയെടുത്തതാണ് കേസ്. അനീഷ് ബാബുവിന്റെ ബിനാമി ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. ജനം, കൊച്ചി.